ഓണമെത്തിയതോടെ ബാലരാമപുരം കൈത്തറിക്ക് ആവശ്യക്കാരേറുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്നും കൈത്തറി വാങ്ങാൻ എത്തുന്നവർക്ക് ഒരാശങ്ക മാത്രമേ ഉള്ളൂ: ഒറിജിനൽ കൈത്തറി എവിടെ നിന്നും കിട്ടും? ഈ നെയ്ത്തുപുരയിൽ നെയ്യുന്ന കൈത്തറി മാത്രം വിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, ബാലരാമപുരത്തെ കൈത്തറിക്കട. നെയ്ത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ നെയ്ത്തുശാലകളിൽ നിന്നും വരുത്തുന്ന കൈത്തറി വസ്ത്രം മാത്രമാണ് ഇവിടെ വിൽപ്പനയ്ക്കെത്തുന്നത്, അതും ഒറിജിനൽ കൈത്തറി. നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ അതേ മോഡലിൽ ഇവിടെ നിന്നും കൈത്തറി വസ്ത്രം നെയ്തു തരും. ഈ കാണുന്നതാണ് ബാലരാമപുരം കൈത്തറിക്കടയുടെ നെയ്ത്തുപുര. കൈത്തറി വസ്ത്രം ഒറിജിനൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ എത്തിയാൽ ഇവിടെ നെയ്യുന്ന വസ്ത്രം നിങ്ങൾക്ക് വാങ്ങാം. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കടയ്ക്ക്. ഒരു കൈത്തറി മുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കരയും മോഡലിലും ഇവിടെ വസ്ത്രം നെയ്തു തരുന്നതാണ്. കൈത്തറി വ്യാപാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ചതാണ് ഈ കൈത്തറിക്കട. മറ്റു പല കടകളിലെത്തിയാലും കൈത്തറി വസ്ത്രത്തോടൊപ്പം പവർലൂം വസ്ത്രം വിൽക്കുമെങ്കിലും ബാലരാമപുരത്തെ കൈത്തറിക്കടയിലെത്തിയാൽ കൈത്തറി വസ്ത്രം മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ, അതും ഒറിജിനൽ കൈത്തറി. രൂപ മുതലാണ് പവർലൂം മുണ്ട് ലഭിക്കുന്നതെങ്കിൽ ഒറിജിനൽ കൈത്തറിക്ക് കുറഞ്ഞത് 700 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. 13ലേറെ പ്രോസസ്സിംഗിലൂടെയാണ് ഒരു ഒറിജിനൽ കൈത്തറിയുടെ നിർമ്മാണം. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന നൂലിനെ കൈത്തറിക്ക് അനുയോജ്യമായ നൂലാക്കുന്നത് തന്നെ 5ലേറെ പ്രോസസ്സിലൂടെയാണ്. വീണ്ടും നിരവധി പ്രോസസ്സിംഗിലൂടെ മാത്രമേ ബാലരാമപുരം കൈത്തറിക്ക് അനുയോജ്യമായ നൂലാക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഒറിജിനൽ കൈത്തറി വസ്ത്രത്തിന് ഇതേ വില വരുന്നത്. 700 രൂപയും അതിന് മുകളിലേക്കുമാണ് ഓരോ കൈത്തറി വസ്ത്രത്തിന്റെയും വില. എന്നാൽ പവർലൂം വസ്ത്രമാണെങ്കിൽ 200 രൂപ മുതൽ നമുക്ക് വാങ്ങാനും കിട്ടും. മെഷീനിൽ നെയ്യുന്നതല്ല, ഇത് കൈകൊണ്ട് നെയ്യുന്ന ഈ വസ്ത്രത്തിന് വിലയും അല്പം കൂടുതലാണ്, എന്നാൽ ക്വാളിറ്റിയോ അതിലും കൂടുതലാണ്. ഒറിജിനൽ കൈത്തറി വസ്ത്രമാണെങ്കിൽ ദിവസങ്ങൾ കഴിയും തോറും വസ്ത്രത്തിന്റെ ക്വാളിറ്റി കൂടുകയാണ് പതിവ്. നമ്മുടെ ഈ കമ്പനിയിൽ ഉത്പാദിപ്പിക്കുന്ന മുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഷോറൂമിൽ വെച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഡിസൈൻ, ഏത് ഡിസൈനാണോ ആവശ്യപ്പെടുന്നത് ആ ഡിസൈൻ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് അവരെ എത്തിക്കാൻ കമ്പനി തയ്യാറാണ്. ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾ തരുന്ന ഡിസൈൻ അനുസരിച്ച് നമ്മൾ നെയ്ത് എത്തിക്കുന്നതാണ്. ഓണവിപണിയിൽ വ്യാജ കൈത്തറി കൈയടക്കുമ്പോഴും ഒറിജിനൽ കൈത്തറി വസ്ത്രം വിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, ബാലരാമപുരത്തെ കൈത്തറിക്കട. ഈ കൈത്തറിക്കടയിലെത്തിയാൽ നിങ്ങൾക്ക് ഒറിജിനൽ കൈത്തറി വസ്ത്രം മാത്രമേ വാങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഒറിജിനൽ കൈത്തറി വസ്ത്രവും വ്യാജ കൈത്തറി വസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ആധികാരികതയോടെ കൂടി ഈ കടയുടമ തന്നെ പറയും. എങ്ങനെയാണ് ഈ വ്യാജ കൈത്തറിയും ഒറിജിനൽ കൈത്തറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒറിജിനൽ കൈത്തറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% കോട്ടൺ ആയിരിക്കും. അതിന്റെ പ്രോസസ്സിംഗ് കംപ്ലീറ്റും ബാലരാമപുരത്താണ് നടക്കുന്നത്. വ്യാജ കൈത്തറി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന്, ഈറോഡ്, സേലത്ത് നിന്ന് വരുന്ന പവർലൂമാണ്, അതാണ് വ്യാജം. അത് ഒരിക്കലും നമുക്ക് അതിൽ ഏകദേശം 60% പോളിസ്റ്ററാണ് ചേരുന്നത്. ഇതിൽ 100% കോട്ടൺ ആണ്. ഈ മുണ്ട് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈകുന്നത് വരെ നമ്മൾ ഉടുത്തിരുന്നാലും ആ മുണ്ട് അഴിയില്ല. പവർലൂം വ്യാജ കൈത്തറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ അലർജി ഉണ്ടാവാം. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അഴിഞ്ഞു പോകും. അതായത് പോളിസ്റ്ററാണ്, 60% പോളിസ്റ്ററാണ് അതിൽ ചേരുന്നത്. അതാകുമ്പോഴത്തേക്ക് ഈ ഒറിജിനൽ കൈത്തറിയേക്കാൾ വളരെ വില കുറവായിരിക്കും. ഒരു ഒറിജിനൽ കൈത്തറി വസ്ത്രം നിർമ്മിക്കാൻ 13ലേറെ പ്രോസസ്സിംഗ് വേണമെന്നാണ് പറയുന്നത്. അത് എന്തൊക്കെയാണ് ആ പ്രോസസ്സിംഗ്? അതിനെക്കുറിച്ച് വല്ലതും? തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അത് ആദ്യം നമ്മൾ നൂല് കഴുകി അതിനെ താരി ചുറ്റിയിട്ട് പാവോടി നിന്ന് പാവ് ഉണക്കിയിട്ട് പാവ് ചുറ്റിയിട്ട് പാവ് ഞെരടിയിട്ട് പാവ് തോണ്ടിയിട്ട് പാവ് ഞെരടും. അത് കഴിഞ്ഞിട്ടാണ് നെയ്യുന്നത്. 13ലേറെ പ്രോസസ്സിംഗ് കഴിഞ്ഞാണ് ഒരു ഒറിജിനൽ കൈത്തറി വസ്ത്രം വിപണിയിലെത്തുന്നത്.
അപ്പോൾ അതിൻ്റെതായ വിലയും നൽകേണ്ടി വരും. നമുക്ക് ഒരു ഒറിജിനൽ കൈത്തറി വസ്ത്രത്തിന് എത്ര രൂപയാണ് വിലയാവുന്നത്? ഒറിജിനൽ കൈത്തറി വസ്ത്രത്തിന് നമുക്ക് 910 രൂപ മുതൽ സ്റ്റാർട്ടിങ്. അത് 9 മുതൽ 8 മുഴമാണെങ്കിൽ നമുക്ക് 820 രൂപ, അതാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതിൽ കസവ് ഇല്ലാതെ ആണെങ്കിൽ നമുക്ക് ഒരു 740 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം. കസവിനാണ് അല്പ വില കൂടുന്നത്. ഒറിജിനൽ കൈത്തറി വസ്ത്രത്തിന്റെ വില 700 രൂപ മുതലാണ് തുടങ്ങുന്നത്. അപ്പൊ ഇതേ സ്ഥാനത്ത് പവർലൂം വസ്ത്രം നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ 200 രൂപയ്ക്കും കിട്ടും. പക്ഷെ ക്വാളിറ്റി ആണെങ്കിലോ ഒറിജിനൽ കൈത്തറി വസ്ത്രത്തിനാണ്. പവർലൂം വസ്ത്രം നമുക്ക് 200 രൂപയ്ക്കും കിട്ടുമല്ലോ അല്ലേ? 200, 195, 200, 250, 300 ഒക്കെ അങ്ങനെ ഇതായിട്ട് കിട്ടും. പക്ഷെ നമുക്ക് കൈത്തറി വസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. 80 ഞാൻ പറഞ്ഞത്. 100 ആകുമ്പോഴത്തേക്ക് വില കൂടും. അതുപോലെ തന്നെ ഉണക്കുപാവില്ല എല്ലാ പ്രോസസ്സിംഗ് ബാലരാമപുരത്ത് നടത്തുന്നതിന് 1400, 1300 മുതലാണ് സ്റ്റാർട്ടിംഗ്. ഒറിജിനൽ കൈത്തറി വസ്ത്രത്തിന്റെ വില 700 രൂപ മുതലാണ് തുടങ്ങുന്നത്. അത് നമ്മുടെ കൈത്തറി തൊഴിലാളികൾ നെയ്തെടുത്ത് ഇവിടെ കൊണ്ടുവരുന്ന വസ്ത്രത്തിന്. അതുപോലെ ഈ സ്ഥാപനത്തിന്റെ തന്നെ നെയ്ത്തുപുര ഇതിന്റെ മുകളിൽ തന്നെ ഉണ്ട്. നമ്മൾ പറയുന്ന കരയും അതുപോലത്തെ ഡിസൈനും ഒക്കെ ചെയ്തു തരാൻ സാധിക്കും. തീർച്ചയായിട്ടും 2 ദിവസത്തിനകം വെച്ച് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പവർലൂം വസ്ത്രം എന്ന ആശയം ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഏക സ്ഥാപനമാണ് ബാലരാമപുരത്തെ കൈത്തറിക്കട. ഓണമെത്തിയതോടെ കൈത്തറിക്കടയിലെ തിരക്കും വർദ്ധിച്ചിരിക്കുകയാണ്. നെയ്ത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഈ ബാലരാമപുരത്തെ കൈത്തറിക്കട. ഇവിടെ നിന്നും വിൽപ്പന നടത്തുന്ന ഓരോ വസ്തുക്കളുടെയും ലാഭവിഹിതം നെയ്ത്തുകാർക്കാണ് ലഭിക്കുന്നത്. നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകളൊക്കെ ഈ നെയ്ത്തുകാർക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇനി അതിന്റെ വിവേഴ്സ് കാർഡ് കൊടുത്തു കഴിഞ്ഞ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അവർക്ക് കേന്ദ്ര സർക്കാർ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഇവിടുത്തെ നെയ്ത്തുകാർക്ക് കൊടുക്കുന്നോ അത് യഥാർത്ഥ നെയ്ത്തുകാരുടെ കയ്യിലെത്തിക്കും. അതാണ് ഈ കമ്പനിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ അവർ ഉത്പാദിപ്പിക്കുന്ന സാധനവും കംപ്ലീറ്റും നമ്മൾ ഈ കമ്പനി തന്നെ എത്തിക്കണം. ഒറിജിനൽ നെയ്ത്ത് സാധനം മാത്രമേ ഇവിടെ വിൽപ്പനയ്ക്ക് എത്താറുള്ളൂ. തീർച്ചയായിട്ടും. വേറെ ഒരു സാധനം ഏത് ലാബിൽ കൊടുത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഒരു കൈത്തറി വസ്ത്രങ്ങളല്ലാത്ത ഒരു സാധനവും ഇതിനകത്ത് വെക്കാൻ പാടില്ല, വെക്കുകയില്ല. കൈത്തറി വസ്ത്രത്തിന്റെ ഹാൾമാർക്കോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഇവിടെ ഉണ്ട്? അത് ഇപ്പൊ ഒരു 2 മാസം കഴിഞ്ഞാൽ ഹാൾമാർക്ക് ഈ വിവേഴ്സ് കാർഡ് കൊടുത്ത് അത് ഫില്ലായി കഴിഞ്ഞാൽ അടുത്ത് ഹാൾമാർക്ക് കിട്ടും. അതുപോലെ തന്നെ NHDC എന്നുള്ള നമുക്ക് ലൂംസ് അത് തന്നു കഴിഞ്ഞാൽ കൈത്തറിക്കാർക്ക് ഏകദേശം 15% നൂല് വില കുറച്ച് കൊടുക്കാൻ സാധിക്കും. ഈ പവർലൂം വസ്ത്രവും ഒറിജിനൽ കൈത്തറി വസ്ത്രവും തിരിച്ചറിയാൻ എങ്ങനെ സാധിക്കും? ഒരു സാധാരണ വരുന്ന പലർക്കുമുള്ള ആശങ്കയാണ്, ഒരു പവർലൂം വസ്ത്രവും കൈത്തറി വസ്ത്രവും എങ്ങനെ തിരിച്ചറിയാം? കൈത്തറി വസ്ത്രം തിരിച്ചറിയാൻ നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാവും. പിന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്ക് അറിയുന്നത് ഈ വിളിമ്പിൽ വരുന്ന ഈ കുത്ത് കണ്ട, ഇത് കൈത്തറിയിൽ മാത്രമേ കാണൂ, പവർലൂമിൽ കാണില്ല. രണ്ടാമത് നമ്മൾ ഈ 2 കര ഡബിൾ മുണ്ട് എടുത്തു കഴിഞ്ഞാൽ 2 കരയും ഒരിക്കലും ചേർന്നിരിക്കില്ല. വ്യത്യാസം പവർലൂം ആണെങ്കിൽ വ്യത്യാസമായിരിക്കും, ഹാൻഡ്ലൂം കറക്റ്റ് ആയിരിക്കും. 2 കര എടുത്തിരുന്നാലും 2 വരെ ഇതെല്ലാം സെയിം ആയിരിക്കും. പവർലൂം ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ, 1 ഇഞ്ച് ഡിഫറൻസ് കാണും. കൈത്തറി വസ്ത്രം കഴുകിയ ഫിനിഷിംഗ് കൂടെയാണല്ലോ. കൈത്തറി വസ്ത്രം കഴുകുമ്പോൾ അതിന്റെ അഴക് കൂടും, അതിന്റെ ഭംഗി കൂടും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ചേരുന്ന പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് മരച്ചീനി പശ, പച്ചരി, അരിയുടെ പശ, വെളിച്ചെണ്ണ, ഇതാണ് ഇതിൽ ചേരുന്നത്. പവർലൂം ഒന്നും അതല്ല. അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ ചേരുന്നത് കൊണ്ടാണ് ഈ വാഷ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ മേന്മ കൂടി വരും കൈത്തറി. പവർലൂം ആണെങ്കിൽ ഒരു വാഷ് കഴിയുമ്പോഴത്തേക്ക് അത് ചുരുങ്ങി അത് ഇല്ലാതായി പോകും. ഒരു യഥാർത്ഥ കൈത്തറി വസ്ത്രം വിപണിയിലെത്തുമ്പോൾ എത്ര തൊഴിലാളികളാണ് അതിന് പിന്നിൽ പണിയെടുക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട്. ഒരു കൈത്തറി നൂല് വന്ന് അതിനെ കൈത്തറിക്ക് അനുയോജ്യമായ നൂല് പാക്കളത്തിൽ കൊണ്ടുപോയി അവിടെ തന്നെ 10-30 തൊഴിലാളികൾ പണിയെടുത്ത് അതിനെ ചർക്കയിൽ ചുറ്റി, അങ്ങനെ ഒരുപാട് പ്രോസസ്സിംഗ് കഴിഞ്ഞല്ലേ ഇത് വരുന്നത്. ഒരു 20-ലേറെ തൊഴിലാളികളുടെ കയ്യൊപ്പുതി പതിഞ്ഞിരിക്കും ഒരു മുണ്ട്. അങ്ങനെ അതാണ് അതിന്റെ. പിന്നെ ഒരു കാര്യം, നെയ്ത്തുകാര് ശരിക്ക് നമ്മളെ 2 കൈയും 2 കാലും 2 കണ്ണും ഒരുപോലെ ശരീരം മൊത്തം കൊടുത്തിരുന്നാലേ ഈ നെയ്ത്തിൽ അർപ്പിച്ചാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒരു മുണ്ട് നെയ്തെടുക്കാൻ പറ്റും. കണ്ണിന്റെ ചലനം അല്പം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ, ഒരു നൂല് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആവും, പിന്നെ അത് വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നെയ്ത്തുകാര് ശരീരം മൊത്തം, ഞാൻ പറഞ്ഞില്ല 2 കാല് 2 കൈ 2 കണ്ണ്,
ഇത് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ ഇതാണ്. ആ തൊഴിലിനെ നമ്മൾ പഴയ രാജകുടുംബത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ നെയ്ത്തുകാരെ ഇവിടെ കൊണ്ടുവന്നത്. ബാലരാമപുരത്തിന്റെ ചരിത്രം അറിയാമല്ലോ. അതിനെ ഇന്ന് കൈത്തറി തൊഴിലാളികൾക്ക് കൂലി വളരെ കുറവാണ്. അതുകൊണ്ടാണ് പലരും നെയ്ത്ത് ഉപേക്ഷിച്ച് മറ്റ് ജോലികൾ തേടി പോകുന്നത്. അതുകൊണ്ട് പുതിയ തലമുറയിൽ ആരുമില്ല. നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മുടെ കമ്പനിയിൽ പുതിയ തലമുറയെ നമ്മൾ ഇത് ട്രെയിനിങ് കൊടുത്ത് വാർത്തെടുത്ത് അവരെ വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം അനുസരിച്ച് ഒരു വീട് ഒരു തറി, അതാണ് നമ്മൾ ടെക്സ്റ്റൈൽ മിനിസ്റ്റർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്. അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ വീടുകളിലും ലൂം ഉണ്ടാവണം. ഒരുപക്ഷെ ഈ സ്ഥാപനത്തിൽ ഒരു പവർ ലൂം കൂടെ വിൽപ്പനയ്ക്ക് എത്തിയാൽ ഇതിനേക്കാൾ കച്ചവടം കൂടുമില്ലായിരുന്നു. അല്ല, അത് ഒരിക്കലും ചെയ്യൂല. ഈ സ്ഥാപനത്തിൽ കൈത്തറി ബാലരാമപുരത്തിന്റെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബാലരാമപുരത്തുകാരെ ഒരിക്കലും ലോകത്ത് എവിടെ പോയിരുന്നാലും ബാലരാമപുരം എന്ന് പറഞ്ഞാൽ ആ കൈത്തറിയുടെ നാട്, ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇതിനകത്ത് പവർ ലൂം എന്ന് പറയുന്ന ഒരു ഇതുമില്ല. ഏത് ലാബിൽ കൊടുത്തുവാണെങ്കിലും ടെസ്റ്റ് ചെയ്യാം, അതിന് ഒരു സംശയം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ബാലരാമപുരത്ത് കൈത്തറിക്ക് വേണ്ടി മാത്രമായ ഒരു സ്ഥാപനം ഇതേ ഉണ്ടാവുള്ളൂ. എല്ലാ കൈത്തറി കടയിലും പവർലൂം വസ്ത്രം ഉൾപ്പെടെ വെച്ചാണ് വിൽപ്പന നടത്തുന്നത്, അല്ലെ? അതാണ് അതിന്റെ സത്യം. നമുക്ക് കൈത്തറി അല്ലാത്ത ബാലരാമപുരത്ത് ഒറ്റ ഷോപ്പ് ഇത് മാത്രമേ ഉള്ളൂ. കൈത്തറി മാത്രം കിട്ടുന്ന ബാലരാമപുരത്ത് ഏക ഷോറൂം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് കൈത്തറി കട എന്ന് തന്നെ പേരിട്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആ കൈത്തറി കട എന്ന് നമ്മൾ പേരിട്ട്. കൈത്തറി വസ്ത്രം മാത്രം വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനം. പക്ഷെ പവർലൂം വിറ്റാൽ ഇവർക്ക് ഒരുപാട് ലാഭം കൊയ്യാമായിരുന്നു. ആ ലാഭം വേണ്ട എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് കൈത്തറിക്കട. പക്ഷെ നമുക്ക് കൈത്തറിക്കട ഇന്ന് ഇപ്പോൾ അന്വേഷിച്ച് വരുന്ന എല്ലാം കാസർഗോഡ് മുതൽ ഇങ്ങേറ്റം പാറശാല എല്ലാ തമിഴ്നാടിനും ഒക്കെ ഈ കട അന്വേഷിച്ച് വരുന്നവരുണ്ട്. ഇന്ന് രാവിലെ ഒക്കെ വന്നിട്ടുള്ളവർ ഇന്നലെ എല്ലാ ദിവസവും എല്ലാം മറ്റു ജില്ലകളിൽ നിന്നാണ് കൂടുതൽ വരുന്നത്, ഈ കട തേടി വരുന്നത്. ഓൺലൈൻ സർവീസും അവൈലബിൾ ആണ്, അല്ലേ? അതെ. നമുക്കിപ്പോ ഒരു കാസർഗോഡ് നിന്ന് ഒരാള് മുണ്ടിന് നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ പിന്നെ പോസ്റ്റ് ഓഫീസ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു കൊടുക്കും. അവര് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കും. അവർ സെലക്ട് ചെയ്താൽ അന്ന് തന്നെ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കും. ഇപ്പൊ എല്ലാ ദിവസവും അത് പാക്കിംഗ് ചെയ്ത് അയക്കുന്നുണ്ട്. 1000-ലേറെ നെയ്ത്ത് തൊഴിലാളികൾ നെയ്തു കൊടുക്കുന്ന വസ്ത്രമാണ് ഇവിടെ വിൽപ്പനയ്ക്ക് എത്തുന്നത്. അപ്പോ ഈ വസ്ത്രം ഇവിടെ വിൽപ്പനയ്ക്ക് എത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായിട്ടും നമ്മളെ ഈ കമ്പനിയെ സംബന്ധിച്ച് ഇത് ഇന്ത്യയിൽ തന്നെ 15 കമ്പനിയാണ് ഉള്ളത്. അതിൽ കേരളത്തിൽ നമ്മളെ ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസർ കമ്പനി. ഇതിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏകദേശം 1100ഓളം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ വിറ്റ് കിട്ടുന്ന ലാഭം, ഇതിൽ തുച്ഛമായ ലാഭം, ഇത് യഥാർത്ഥ നെയ്ത്തുകാരിൽ നിന്ന് അവർ നെയ്തുന്ന സാധനം നമ്മളെ ഈ കമ്പനിയിൽ എത്തിക്കുകയും അതുപോലെയാണ് നമ്മൾ ഈ കൈത്തറി കട വഴി സെയിൽ ചെയ്യുന്നത്. ഇത് നെയ്ത്തുകാർ നേരിട്ട് നെയ്ത് ഇവിടെ കൊണ്ടുതരുന്നതാണ്. ഇതിന്റെ പ്രോഫിറ്റും പോകുന്നത് യഥാർത്ഥ നെയ്ത്തുകാർക്കാണ്, കൈത്തറി നെയ്യുന്നവർക്കാണ് ഇതിന്റെ പ്രോഫിറ്റും പോകുന്നത്. നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു കടയാണ് കൈത്തറി കട, യഥാർത്ഥ കൈത്തറി. ഇതിന്റെ തുച്ഛമായ ലാഭം, അതും നമ്മൾ നെയ്ത്തുകാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ വിറ്റുവരവിന്റെ ലാഭം ആ ഷെയർ ഹോൾഡേഴ്സിനാണ് പോകണം. 1100ഓളം തൊഴിലാളികൾ നെയ്ത്തുകാരാണ് ഇതിന്റെ യഥാർത്ഥ ഉടമകൾ. ഇപ്പൊ നെയ്ത്ത് തൊഴിലാളികൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ നെയ്ത്തുകാരുടെ ഒരു സ്ഥാപനമാണിത്. ഇത് 1100ഓളം ഇപ്പോഴും അടുത്തും നമുക്ക് ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സ് കൂടി വരെയാണ്. ബാലരാമപുരത്തെ നെയ്ത്തുകാർക്ക് ഗുണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ കൈത്തറിക്കട, അല്ലേ? തീർച്ചയായിട്ടും അങ്ങേയറ്റം 100% ശരിയാണ്. നെയ്ത്തുകാർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനം തന്നെയാണ്, അതിൽ ഒരു സംശയവും വേണ്ട. ബാലരാമപുരം കൈത്തറിയുടെ പേരിൽ വ്യാജ കൈത്തറി വിലസുമ്പോഴും ഒറിജിനൽ കൈത്തറിക്ക് മാത്രമായി ഒരു സ്ഥാപനമാണ് കൈത്തറിക്കട. ഈ കൈത്തറിക്കടയിൽ നിന്നും വാങ്ങുന്ന വസ്ത്രത്തിന് നെയ്ത്തുകാർക്കുൾപ്പെടെ ഗുണം ചെയ്യുന്ന തരത്തിലാണ് ഈ കൈത്തറിക്കടയുടെ വിൽപ്പനയും വസ്ത്ര വിൽപ്പനയും. ഇവിടെ എന്തൊക്കെയുണ്ട്? കൈത്തറി മുണ്ട്, വേറെ എന്തൊക്കെ? കൈത്തറി മുണ്ടുണ്ട്, സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ബെഡ്ഷീറ്റ്, ടവല്, പിന്നെ ലുങ്കി, എല്ലാം ഉണ്ട്. ഷർട്ടിന്റെ തുണി പ്രധാനമാണ്. ഷർട്ടിന്റെ തുണി നമ്മളിപ്പം ഇതുണ്ട്. സാധാരണ ഷർട്ടിന്റെ തുണിയാണ് വിൽക്കുന്നത്, മറ്റ് പവർലൂം വസ്ത്രത്തെ കൈത്തറി വസ്ത്രമായിട്ടാണ് വിൽപ്പന നടക്കുന്നത്. ഇവിടെയും അതല്ല. ഇല്ല, നിങ്ങൾക്ക് ഒരു ഷർട്ടിന്റെ തുണി എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ലാബിൽ കൊണ്ടുവന്നാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഇത് കൈത്തറി ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ലാബ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി. ഈ സ്ഥാപനം ഇരിക്കുന്ന എവിടെയാണ്? ഇത് ബാലരാമപുരം ജംഗ്ഷനിൽ നമുക്ക്
നെയ്യാറ്റിൻകര റോഡിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഭാരത് പെട്രോളിയം ആ പമ്പ് ഇപ്പം പ്രവർത്തനമില്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്ന ഈ ബിൽഡിംഗ്. ഒറിജിനൽ കൈത്തറി വാങ്ങണമെങ്കിൽ നിങ്ങൾ ബാലരാമപുരം കൈത്തറി കടയിലെത്തുക. പൊന്നോണത്തെ വരവേൽക്കുവാൻ കൈത്തറി വ്യാപാരികൾ ഒരുങ്ങിയതോടെ ബാലരാമപുരത്തെ കൈത്തറി കടയിലും തിരക്കേറെയാണ്.